ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയും ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനാണ്. ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയുന്ന ഒരു ഇൻഫർമേഷൻ ആയിരിക്കും, എന്നാലും എൻ്റെ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ, ഇപ്പം ഞാൻ ട്രേഡിംഗ് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചതൊക്കെ നിങ്ങളിലേക്ക് ഫ്രീ ആയിട്ട് ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ തന്നെ SMC പ്രൈസ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 പ്ലേലിസ്റ്റ് ഒക്കെ കിടക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ SMC വേർഷൻ 2 സ്മാർട്ട് മണി കോൺസെപ്റ്റ് പ്രൈസ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള 3-4 പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു വർഷം മുൻപ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആണ്. അപ്പം ഞാൻ ആ കണ്ടന്റിനെ എവർഗ്രീൻ കണ്ടന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ആ കണ്ടന്റിൽ ഇപ്പോഴും എനിക്ക് വ്യൂസ് വരുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് പേർക്ക് അത് ബെനിഫിഷ്യൽ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജസ് ടെലിഗ്രാമിനകത്ത് അയക്കാറുണ്ട്. ചിലർ ഗ്രൂപ്പിൽ വന്നിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. സോ അവർക്ക് ചില ഡൗട്ട്സ് ഉണ്ടാവും. സോ അങ്ങനെ അപ്പം അത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം നമ്മൾ പഠിച്ച കാര്യം ഞാൻ പഠിച്ച് ഭയങ്കര ട്രേഡർ ആവണം, കോഴ്സ് വെച്ച് ചെയ്യണം എന്നൊക്കെ മനസ്സിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നീട് വിചാരിച്ചു കോഴ്സ് ഒന്നും വേണ്ട, അറിയുന്ന കാര്യം ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം വീണ്ടും അതില് അത് ഇനിയും കാണാത്തവരാണെങ്കിൽ, ഡൗട്ട്സ് ഉള്ളവരാണെങ്കിൽ ചിലർ എനിക്കിപ്പോഴും മെസ്സേജ് അയക്കാൻ. അപ്പോൾ അതിന് ആ ഒരു സീരീസ് ഇനി വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. ട്രേഡിങ്ങിന്റെ ബേസിക്സ് ആയിട്ടുള്ളത് സംഭവം പറഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. നമ്മളിപ്പം അതിനകത്തൊക്കെ ഞാൻ പ്രാക്ടിക്കലി നോക്കിയ സമയത്ത് നമ്മൾ ഫൈനത്ത് പറഞ്ഞിരുന്ന 4 അവർ 15 മിനിറ്റ്സ് 1 മിനിറ്റ് അങ്ങനെയൊക്കെ ടൈം ഫ്രെയിം പറഞ്ഞിരുന്നു. ക്രിപ്റ്റോന്റെ കേസിൽ ഭയങ്കര വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്ക്. യൂസ് ചെയ്യേണ്ട ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 അവറിലാണ്. 1 മണിക്കൂറിൽ ഹയർ ടൈം ഫ്രെയിം യൂസ് ചെയ്തിട്ട് 5 മിനിറ്റിൽ നിങ്ങൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന പോലത്തെ സംഭവം. അത് നമ്മൾ പഠിച്ച അതേ കോൺസെപ്റ്റ് തന്നെ ഹയർ ടൈം ഫ്രെയിം ആയിട്ട് 1 മിനിറ്റ് 1 അവറും ലോവർ ടൈം ഫ്രെയിം ആയിട്ട് 5 മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കുറച്ചും കൂടി ഇപ്പൊ കിട്ടുന്ന റിസൾട്ടിനെക്കാളും കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട്സ് കിട്ടുന്നുണ്ടാവും. അപ്പം അത് കിട്ടുന്നുണ്ടെന്നാൽ വളരെ സന്തോഷമുണ്ട്, യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ ടൂൾസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പം ഒരുപാട് ടൂൾസ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഞാൻ എല്ലാ ടൂൾസും ഉപയോഗിക്കുന്നില്ല. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഞാൻ പറയണ ഈ സൈഡിലുള്ള ടൂൾസ് ആണ്. ഇതിനകത്ത് ഞാൻ കുറച്ച് ടൂൾസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാൻ കോഴ്സ് പഠിക്കുന്ന സമയം മുതൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ടൂൾസ് ആയിരുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്ലിക്കൈ ചെയ്യാനോ അത് കാണിക്കാനോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം സ്ട്രക്ചറിലൊക്കെ കൺഫ്യൂഷൻസ് വരും. സോ അതൊക്കെ എങ്ങനെയാണ് സ്വന്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി, ഐഡന്റിഫൈ ചെയ്യാനും ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് വേണ്ട ടൂൾസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഡിമാൻഡ് സോൺ, സപ്ലൈ സോൺ, ഓർഡർ ഫ്ലോ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ചില ടൂൾസ് വെച്ചിട്ട് ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ചില ടൂൾസ് അല്ല, കോമൺ ടൂൾസ് ആണ്, നമ്മൾ ഡിഫറെന്റ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് ഞാൻ എൻ്റെ ബേസിക്, അതായത് എൻ്റെ ട്രേഡിംഗ് സ്റ്റൈലിൽ ഞാൻ ഫേവറേറ്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ള കുറച്ച് ടൂൾസിനെ കുറിച്ചാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന്റെ റീസൺസും പറയാം. ഇത് നിങ്ങൾ ഇതൊക്കെ സേവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അല്ലാണ്ടും കുറെ ടൂൾസ് നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈലിന്റെ ഡിഫറൻസിനനുസരിച്ചാണ്. ബട്ട് എൻ്റെ ട്രേഡിംഗ് സ്റ്റൈലിന്റെ ഇതനുസരിച്ച് ഞാൻ ഫേവറേറ്റ് ആയിട്ട് കണ്ടുവച്ചാൽ കുറച്ച് ടൂൾസ് ആണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇത് കാണാം. ഇതിനകത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇതാണ് എൻ്റെ ഒരു ട്രേഡിംഗ് ടെംപ്ലേറ്റ്, എൻ്റെ ടൂൾ ടെംപ്ലേറ്റ് ആണെന്ന് പറയാം. ഇതാണ് എൻ്റെ ടൂൾ ബാർ എന്ന് പറയുന്നത്. ഇതിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയുന്ന സാധനങ്ങളായിരിക്കും. ഞാൻ ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണതെന്ന് പറയാം. ഈ ലാസ്റ്റ് 3 കിടക്കുന്ന സാധനങ്ങൾ ഇടയ്ക്ക് മാത്രമാണ് യൂസ് ചെയ്യാൻ. ഇൻഫാക്ട് എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിലോ അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു 3-4 എണ്ണം ഞാൻ കൂടുതലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ലാസ്റ്റ് 1 മാത്രം, ഈ 3 എണ്ണം എനിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു ഡൗട്ട്സ് വന്നിട്ടായിരുന്നു, ക്ലാരിഫൈ ചെയ്യാനായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് ബാക്ക് ടെസ്റ്റ്, എൻ്റെ പ്രീമിയം ഉണ്ടായിരുന്ന സമയത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കറക്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള സാധനമായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് മുതൽ പറയാൻ വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ക്രോസ് കാണാം, അതിന് ഇപ്പുറത്തെ ഒരു ആരോ മാർക്ക് കാണാം. ബേസിക്കലി ഇത് രണ്ടും ഒരേ സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് അത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഇത് വെക്കുമ്പോൾ നമുക്ക് പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ മൗസ് പോയിന്റർ നീക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം 1700, 1600, അത് അതിന്റെ പ്രൈസ് ആണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഇത് മാത്രം മതി, ഇതിന്റെ ഇതില്ല. പക്ഷെ എനിക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് ആക്കാൻ വേണ്ടി ഞാൻ ഇത് വെച്ചു. ഇത് എന്തിനാണ് ഞാൻ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫാക്ട് നമുക്കൊരു ലോ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇങ്ങനെ ഈ ഒരു പോയിന്റിൽ വെക്കുമ്പോൾ നമുക്ക് കിട്ടും. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ആരോ മാർക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആ പോയിന്റിലേക്ക് കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരു ലൈൻസ് ഒന്നും ഇല്ലാണ്ട്, ഈ സാധനം വരുമ്പോൾ ക്രോസ് കാണുന്നുണ്ട്, ഒരു ബ്ലൂലെ ക്രോസ് കാണുന്നുണ്ട്. എനിക്ക് ഈ ക്രോസ് ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു പോയിന്റിലേക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് രണ്ടും ഇവിടെ ഫേവറേറ്റ് ആക്കി വെച്ചത്. ഇത് എങ്ങനെ നിങ്ങൾക്ക് ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ടൂൾസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സാധനത്തിലൂടെ സ്റ്റാർ ഓപ്ഷൻ ഉണ്ട്. ഡോട്ട് ഞാൻ ആക്കിയിട്ടില്ല. ഇവിടെ നിങ്ങൾ സ്റ്റാർ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഡോട്ട് അവിടെ പാനലിൽ വരും. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വരില്ല. അത് അങ്ങനെയാണ് വരുന്നുണ്ടാവും. അതുപോലെ ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞ പുതിയ സാധനം ഉണ്ട്. ഇത് കൊടുക്കുമ്പോൾ സാധനം നമുക്ക് അതിന്റെ ഒപ്പം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതെങ്ങനെ ചെയ്യണം, ഈ ഒരു പോയിന്റ് ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഇവിടെ കൊടുത്തേക്കുന്ന ഡെമോൺസ്ട്രേഷൻ. സ്പെഷ്യലി ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. കാരണം പഠിക്കേണ്ട സമയത്ത് നമുക്ക് പഠിപ്പിക്കുകയല്ലല്ലോ, നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ പഠിച്ച സമയത്ത്, നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്തുള്ള സാധനങ്ങളാണ് പറയുന്നത്. സോ ഈ ബേസിക്കലി ക്രോസും ആരോ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാം ട്രെൻഡ് ലൈൻ ആണ്. ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യുമ്പോൾ പലരും ഇവിടുത്തെ ഒരു മാഗ്നറ്റ് ഒക്കെ ഓൺ ചെയ്യും. പക്ഷെ എനിക്കത് ഓൺ ചെയ്യുമ്പോൾ ഒരുമാതിരി വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. സോ എനിക്കത് മാഗ്നറ്റ് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിച്ചോടത്തേക്ക് എത്തില്ല. പല ആൾക്കാരും അത് ചെയ്യാറുണ്ട്, ബട്ട് ഞാൻ അത് ചെയ്യുന്നില്ല. പകരം ഞാൻ ഈ ട്രെൻഡ് ലൈൻ വെച്ചിട്ട് അഫ്കോഴ്സ് ഇതിന്റെ മെയിൻ യൂസ് കേസ് വരുന്നു. ഇതിപ്പോ ആരോ മാർക്ക് വെച്ചു, നമ്മൾ ക്രോസ് ആണെന്നൊരു ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് ആ ലൈൻ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കേട്ടോ എനിക്ക് പേഴ്സണലി അറിയാൻ പറ്റുന്നില്ല. അതിന് വരെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആരോ മാർക്ക് ഇട്ടിട്ട് ഈ സാധനം വെക്കും. അപ്പൊ എനിക്കിത് കറക്റ്റ് എവിടുന്ന് മുതൽ ഏത് വരെ വേണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ബിക്കോസ് ഈ ഒരു ക്രോസ് ഇടുകയാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ലൈൻ അതിന്റെ മേലെ കൂടെ ഓവർകം. അപ്പൊ നമ്മൾ കറക്റ്റ് ആണോ വരച്ചത്? അത് കുറെ ആൾക്കാർക്ക് ഓരോ ആൾക്കാരുടെ ഡിഫറൻസ് ആണല്ലോ. എനിക്കത് അങ്ങനെയാണ് പറ്റണത്. അതുകൊണ്ടാണ് ഞാൻ ഇത് വേണ്ടത്. അപ്പൊ ഇത് ട്രെൻഡ് ലൈൻ ആണ്. ട്രെൻഡ് ലൈൻ നമുക്കറിയാം പല രീതിയിൽ യൂസ് ചെയ്യാം. എന്തിനൊക്കെ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യാം? IDM, IFC, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ചോച്ച്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് തന്നെ ചെയ്തേക്കണത് ഈ ഒരു സാധനം നിങ്ങൾക്ക് പലവട്ടം ഓരോ വട്ടം സെപ്പറേറ്റ് ആയിട്ട് സംഭവം അയ്യോ ഇത് BOS ആണ്, ഇത് മാർക്ക് ചെയ്യണം, BOS ഇവിടെ വരച്ചു, എന്നിട്ട് ഇവിടെ ഞാൻ മാർക്ക് ചെയ്യണം, BOS ഇടണം, അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. കാരണം അത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ആരോ മാർക്ക് എടുത്ത് ഞാൻ ഇവിടെ കാണിക്കുകയാണെന്നുണ്ട്. ജസ്റ്റ് അയ്യോ ഈ ഒരു ലൈൻ ഞാൻ വരയ്ക്കുകയാണെന്ന് വിചാരിച്ചോ, എനിക്കത് ഇവിടെ ഈ ഒരു സെറ്റിംഗ്സിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, BE ഉണ്ട്, മീൻസ് ട്രേഡ് എടുക്കുമ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ്സ് ഉണ്ട്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്, ചോച്ച് ഉണ്ട്, ഹൈ ഉണ്ട്, ലോ ഉണ്ട്, IDM ഉണ്ട്. ഞാൻ ഇതെല്ലാം മാർക്ക് ചെയ്തേക്കാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ IDM എന്ന് എടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എനിക്ക് IDM വരും. ഞാൻ വീണ്ടും ഇവിടെ പോയിട്ട് IDM ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാനിത് ഫോർ എക്സാമ്പിൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു, ഇത് എനിക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ്, ഓക്കെ ഇങ്ങനെ വന്നു, ഓക്കെ ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ്, ഞാൻ എടുത്തത് ഇവിടെ ടെംപ്ലേറ്റ് എടുത്തു, ഇതൊക്കെ സോ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഓട്ടോമാറ്റിക്കലി കിട്ടി. അപ്പം ഇതെന്താ വെച്ചാൽ നമുക്ക് പിന്നെ അതിനായിട്ട് എക്സ്ട്രാ ടൈം കളയേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇനി ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ സിമ്പിൾ ആണ്. നമ്മളൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കണം, ലൈൻ വരച്ചിട്ട് ഇവിടെ സെറ്റിംഗ്സിൽ തന്നെ പോവുക. നിങ്ങൾക്ക് എന്താണ് ടെക്സ്റ്റിന്റെ അവിടെ കൊടുക്കേണ്ടത്, ഇപ്പൊ ഇത് എവിടെയും കൊടുക്കണം, ഇപ്പൊ DF എന്ന് കൊടുത്തു, എന്നിട്ട് സേവ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് പേരാണോ സേവ് ചെയ്യേണ്ടത്, ഇവിടെ സേവ് എന്ന ഓപ്ഷൻ കണ്ടില്ല, ഇവിടെ നിങ്ങൾക്ക് എന്ത് പേരാണോ സേവ് ചെയ്യുക. അപ്പൊ അതിനകത്ത് എന്ത് കളേഴ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, എങ്ങനെയാണ് വേണ്ടത്, പ്രൈസ് എവിടെ വേണം, മിഡിൽ പോയിന്റ് എവിടെ വേണം, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ പേഴ്സണലി കാണാൻ പറ്റും. അതിനുശേഷം എങ്ങനത്തെ ലൈൻസ് വേണം, ഡോട്ടർ ലൈൻസ് വേണോ, പ്ലെയിൻ ലൈൻസ് വേണോ, ഏത് കളർ വേണം, ഇതെല്ലാം നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ആ ടെംപ്ലേറ്റിനകത്ത് പോയിട്ട്, അതായത് DF ഞാൻ കാണിച്ചിട്ടില്ലേ, ഇപ്പൊ ഓട്ടോമാറ്റിക്കലി DF എന്ന് പറഞ്ഞ് സെറ്റ് ആയി. ഇപ്പൊ ഞാൻ ഇവിടെ സേവ് ചെയ്തിട്ടില്ല, അതിവിടെ കാണാം. ഈ സാധനം ഇവിടെ നമുക്ക് സേവ് ആസ് എന്നത് DF കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ടെക്സ്റ്റ് ഓട്ടോമാറ്റിക്കലി എപ്പോൾ കൊടുക്കണം ആ സമയത്ത് വരും. ഇനിയിപ്പം ഇവിടെ പോകേണ്ട ആവശ്യമില്ല, അതിന് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് സെറ്റിംഗ്സ് അല്ലാണ്ട് നിങ്ങൾ ഇവിടെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ കുറെ ഡോട്ട്സ് ഉണ്ട്, ടെംപ്ലേറ്റ്സ്. ഇവിടെ നമുക്ക് ടെംപ്ലേറ്റ്സ് ഷോർട്ട് കട്ട് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കാണാൻ പറ്റും ചോച്ച് ഉണ്ടോ, എനിക്ക് ചോച്ച് ആണ് വേണമെങ്കിൽ ചോച്ച്, അതല്ല ഹൈ ആണ് വേണമെങ്കിൽ ഹൈ, ലോ ആണ് വേണമെങ്കിൽ ലോ, എല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അപ്പം ഇതല്ല ഇപ്പൊ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ, ഇതിന്റെ പേര് ട്രെൻഡ് ലൈൻ ആണ്. ട്രെൻഡ് ലൈൻ നമ്മൾ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഇവിടെ ടെംപ്ലേറ്റ്സ് ഓപ്ഷൻ വരും. നമ്മൾ സേവ് ചെയ്തിട്ട് ടെംപ്ലേറ്റ് നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഏതാണോ വേണ്ടത്, നമുക്ക് ഹൈ ആണോ ലോ ആണോ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നത്. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ട്രെൻഡ് ലൈനിന്റെ ഒരു സംഭവം. അടുത്തതെന്ന് പറഞ്ഞാൽ റെക്ടാങ്കിൾ ആണ്. ഇതും വളരെ കോമൺ ആണ്, എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്. നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇതിനകത്ത് ഞാൻ ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട മെയിൻ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ 4 ഹവറിലൊരു ഡിമാൻഡ് സോൺ, DZ എന്ന് ഉദ്ദേശിക്കുന്ന ഡിമാൻഡ് സോൺ ആണ്. ഞാൻ കളർ പച്ചയാക്കി ഇതാക്കിയിട്ടുണ്ട്, ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് ഡിമാൻഡ് സോൺ അല്ല സപ്ലൈ സോൺ ആണെന്നുണ്ടെങ്കിൽ റെഡ് കളറിൽ 4 ഹവർ SZ എന്ന് എഴുതിയിട്ട് ഡിമാൻഡ് സപ്ലൈ സോൺ ആണ്. ഇനി അല്ല ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞ സാധനമാണെങ്കിൽ യെല്ലോ കളറിൽ OF എന്ന് പറഞ്ഞു വരും. സോ അപ്പൊ നമുക്ക് വേണ്ടത് ഡിമാൻഡ് സോൺ, സപ്ലൈ സോൺ, OF, പിന്നെ കൊടുത്തേക്കണത് ചെറിയ ടൈം ഫ്രെയിമില്ല. നമുക്കിപ്പം 1 അവർ ആണ് ക്രിപ്റ്റോയിൽ യൂസ് ചെയ്യണതാണ് ഈ ബ്ലൂ. മറ്റേ സ്റ്റോക്ക് മറ്റേ ഫോറക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ 4 ഹവറിലാണ് നോക്കുന്നത്, അതുകൊണ്ടാണ് 4 ഹവർ എന്ന് കാണിക്കണേ. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു സാധനം ഉണ്ട്, ZMT എന്ന് പറയും, SMT എന്ന് പറയും. അതായത് നമ്മൾ ഇംബാലൻസ് കാണുമല്ലോ, നമുക്ക് ഈ പറഞ്ഞ ടേംസ് ഒക്കെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ SMC സീരീസ് കാണുക. ഇനി എല്ലാം ഒന്നും തുടങ്ങണം എന്നുണ്ടെങ്കിൽ വീണ്ടും പറഞ്ഞാൽ മതി. അപ്പൊ ഇത് ഒരു ട്രാപ്പാണ്. നമുക്ക് ഇവിടെ ഇംബാലൻസ്, ചിലപ്പോൾ സെൻട്രലിൽ ഒരു ഇംബാലൻസ് കാണുമ്പോൾ നമ്മളവിടെ മാർക്ക് ചെയ്യും. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇതൊരു സോൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ഡിമാൻഡ് സോണോ സപ്ലൈ സോൺ ആയിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ അവിടെ തെറ്റി പ്രൈസ് എന്തായാലും റിഫ്ലക്ട് ചെയ്ത് താഴത്തേക്ക് മേലേക്ക് പോകാൻ സാധ്യതകളുണ്ട്, എന്നിട്ട് തിരിച്ച് വീണ്ടും ബ്രേക്ക് ആവാറുണ്ട്. അപ്പോൾ അതൊരു ട്രാപ്പാണ്. അപ്പോൾ അതിന് SMT എന്ന് സ്മാർട്ട് മണി ട്രാപ്പ് എന്ന് വേണ്ടി ഞാൻ ഒരു ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇനി അടുത്തൊന്നെന്ന് പറഞ്ഞാൽ സെഡ് വിക്ക്, അതായത് വിക്സ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ ഇപ്പൊ ഇത് ഇത്രയും വലിയൊരു വിക്ക് താഴത്തേക്ക് വന്നിട്ടുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഇതൊരു വിക്സ് ഓൺ ആയിട്ട്, ഇതിപ്പോൾ ഇവിടെ ഇല്ലാന്ന് വിചാരിക്കാം, ഞാനിപ്പോൾ ഇതൊരു വിക്സ് ഓൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ, ഇത് എൻ്റെ ഒരു വിക്സ് ഓൺ ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് നേരെ വന്നിട്ട് സെറ്റ് വിക്ക് വെക്കും. അപ്പോൾ ഇവിടെ എനിക്ക് വിക്സ് ഓൺ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതെന്റെ വിക്സ് ഓൺ ആണ്. അപ്പോൾ ഇതൊന്നും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വട്ടം ഇതാണ് അതാണെന്ന് ലൈക്ക് നമ്മൾ ഫർദർ ആയിട്ട് കൂടുതൽ ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ. സോ ഈ ട്രെൻഡ് ലൈനിലും റെക്ടാങ്കിളിലും ഞാൻ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് സെയിം ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിലും ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ജസ്റ്റ് ഇപ്പൊ നിങ്ങളൊരു റെക്ടാങ്കിൾ എടുക്കുകയാണെങ്കിൽ
ഇങ്ങനെ ഒരു സാധനം വരും. ഇതിനകത്ത് നിങ്ങൾ ഇവിടെ സെറ്റിങ്സ് പോവുക, നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റ് ആണോ കൊടുക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് കൊടുക്കുക, ഏത് കളറാണ് വേണ്ടത് കളർ ചൂസ് ചെയ്യുക, എന്തൊക്കെയാണ് വേണ്ടത് ക്ലിയർ ആയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. സേവിനകത്ത് പോയിട്ട് സേവ് ആസിനകത്ത് ഏതാണോ പേര് കൊടുക്കുന്നത് അത് കൊടുക്കുക, സേവ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു സംഭവം ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. പിന്നെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം റെക്ടാങ്കിൾ, ഇവിടെയാണ് റെക്ടാങ്കിളിന്റെ സെക്ഷൻ. ഞാൻ ഇത് ബ്രഷ്, ഹൈലൈറ്റർ, റെക്ടാങ്കിൾ, പാത്തൊക്കെ ഞാൻ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്, അതൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പം ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. അടുത്തത് ഹൊറിസോണ്ടൽ റേ ആണ്. ചിലപ്പോൾ നമുക്ക് വലിയൊരു ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു മൂവ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ചിലപ്പോൾ ഇങ്ങനെ സിംഗിൾ ഇത്രയും വലിയൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വളവോ തിരിവൊക്കെ വരും. അതില്ലാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ മെത്തേഡാണ്. ചിലപ്പോൾ ഇതല്ലാണ്ട് വളവും തിരിവും വരാണ്ട് ആൾക്കാർക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് അതറിയില്ല, ഞാൻ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. ജസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ റേ എടുക്കും. ഹൊറിസോണ്ടൽ റേ എടുത്തിട്ട് ഏത് പോയിന്റിലാണ് വേണ്ടത്, ഈ സമയത്താണ് നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. ഈ ഹൊറിസോണ്ടൽ റേ എടുത്ത് ഈ ക്രോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണില്ല എവിടെയാണ് കറക്റ്റ് ആയിട്ട് പോയിന്റ് കിട്ടണ്ടേ. അപ്പൊ ഞാൻ ഈ ഹൊറിസോണ്ടൽ റേ എടുക്കുന്നു, നേരെ ഈ ഒരു ലൈനിലാണ് വരുന്നത് സ്റ്റാർട്ടിങ്. ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ലൈൻ കിട്ടും. ഈ ഹൊറിസോണ്ടൽ റേക്കകത്തും ഞാൻ ടെംപ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ലൈക്ക് ബേസിക് ആണ്. ബേസിക് വലിയൊരു ഇൻഡ്യൂസ്മെന്റും ഇംബാലൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അത് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം. പിന്നെ ഇത് വെർട്ടിക്കൽ ആണ്. ഇത് ലൈക്ക് ആക്ച്വലി ഇത് ഇവിടെയാണ് വരേണ്ടത്. ആദ്യമൊക്കെ യൂസ് ചെയ്തിരുന്നു വലിയൊരു മൂവ്മെന്റ് കിട്ടാൻ വേണ്ടി, സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാത്തതുകൊണ്ട് അത് വല്ലാണ്ട് അങ്ങോട്ട് യൂസ് വരുന്നില്ല. എന്നാലും ഈ സംഭവം ഞാൻ ഇങ്ങനെ ജസ്റ്റ് സപ്പോർട്ട് സോണായിട്ട് ഒരു വലിയൊരു രീതിയിൽ ഒരു പ്രൈസ് റേഞ്ചിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാറുണ്ട്. അടുത്തത് ഗ്യാൻ ബോക്സ് ആണ്. ആക്ച്വലി ഇതിന്റെ യൂഷ്യനിലേക്ക് വലിയൊരു സംഭവമാണ്, വലിയ കുറെ പരിപാടികളുണ്ട് ഇതിന് മുന്നിൽ. പക്ഷെ ഞാൻ അതിനൊന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് 50% മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫോർ എക്സാമ്പിൾ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു, ഈ ക്യാൻഡിലിന് ഇത്രയും വലിയൊരു വിക്ക് ഉണ്ട്. ഇത്രയും വലിയൊരു വിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ് മാത്രം ഇത് ഓണാക്കി എടുക്കാൻ പറ്റില്ല. ഇത്രയും വലിയൊരു വിക്ക് ഉണ്ടാകുമ്പോൾ ഇവിടെ വന്ന് പ്രൈസ് സെറ്റ് കഴിഞ്ഞ് പോകില്ല. അപ്പൊ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 50% കാണിക്കും. ഇതിന്റെ ഇവിടുന്ന് മുതൽ ഇതുവരെ ഞാൻ മാർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഒരു റേഞ്ചിലേക്ക് വന്ന് ടച്ച് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഈ ഒരു റേഞ്ചിലേക്കൊക്കെ വരണം എന്നുള്ളതുകൊണ്ട് 50% മാർക്ക് ചെയ്യാൻ, ഏതൊരു ഇതിന്റെയും 50% മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഗ്യാൻ ബോക്സ് യൂസ് ചെയ്യാറ്. അതല്ലാണ്ട് ഗ്യാൻ വെച്ചിട്ട് ഭയങ്കര മാത്തമാറ്റിക്കൽ ഭയങ്കര സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തല പുകയും. അതൊക്കെ പഠിക്കാൻ പറ്റിയതെങ്കിൽ നമ്മൾ വേറെ വലിയൊരു ആയാലും. അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. ഇതാണ് ഗ്യാൻ ബോക്സിന്റെ യൂസ്. പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ ലോങ് പൊസിഷൻ, നമ്മളിത് ഈ ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും ഒക്കെ ഇവിടെ തന്നെ കിട്ടുന്നുണ്ടാവും കേട്ടോ. ഈ ട്രക്ട് അതാ ലോങ് പൊസിഷൻ ഈ ഒരു ഭാഗത്ത് കിട്ടും, ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ. അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ഇവിടെ സെറ്റ് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ഇവിടെ സെറ്റ് ചെയ്യാം. നമുക്ക് മാനുവലി സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം. നിങ്ങളിപ്പം ഒരു പ്രൈസ് ലൈൻ ചോദിച്ചാൽ എത്ര രൂപയ്ക്കാണ് എൻട്രി എടുത്തത്, എത്ര രൂപയ്ക്കാണ് എൻട്രി എടുത്തത്, ഏത് പ്രൈസിലാണ് പ്രോഫിറ്റ്, ഏത് തരത്തിലാണ് സ്റ്റോപ്പ് ലോസ് കൂടെ സെറ്റ് ചെയ്യാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ വരും. പിന്നെ ഇത് കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും സ്വാഭാവികമായിട്ട് ഇവിടെ കാണാം, ഗ്രീൻ, റെഡ് ഒക്കെ കാണാം. അത് ബൈ ചെയ്യാനുള്ള സമയത്താണ്. ഓപ്പോസിറ്റ് താഴത്തേക്ക് സെല് ചെയ്യാനുള്ളതാണ്. ഇത് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് താഴത്തേക്ക് വെക്കുമ്പോൾ വരുന്നത്. ഇതെല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന സാധനമാണ്. സോ ഇത് വളരെ സിമ്പിൾ ആണ്. പിന്നെ ഉള്ളത് ഈ ഒരു ബ്രഷ് ആണ്. ഈ ഒരു ഹൈലൈറ്റർ, ബ്രഷ് അല്ല ഹൈലൈറ്റർ ആണ്. ഇതെന്താ വെച്ചാൽ ഞാൻ മാക്സിമം ലോയും ഹൈയും മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇതിപ്പോൾ ലോ ആണെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യും, ഇതിപ്പോൾ ഹൈ ആണെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യും. ഇതിന് രണ്ട് ടെംപ്ലേറ്റ് ഉണ്ട്. ഹൈ എന്ന് പറഞ്ഞാൽ ഗ്രീൻ, ലോ എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യണം സ്വാഭാവികമായിട്ടും ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ലോക്ക് റെഡും വരും, ലോക്ക് റെഡും ഹൈക്ക് ഇതും വരുന്നുണ്ട്. ഇത് പക്ഷേ ഒരു കാര്യം, നമ്മൾ ഇതിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചറപറാന്ന് വന്നുകൊണ്ടിരിക്കും. നമ്മൾ അടുത്ത ഏതെങ്കിലും ഈ പറഞ്ഞ ക്രോസോ സ്റ്റാറോ ഏതെങ്കിലും ക്ലോസോ ആരോ ഏതെങ്കിലും ക്ലിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കുക. പക്ഷേ ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് ഹൈയും ലോയൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഹൈലൈറ്റർ ആണ് ഈ ഒരു ഹൈലൈറ്ററിന്റെ ഓപ്ഷൻ. ഹൈലൈറ്റർ എവിടെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ താഴെ നമുക്ക് റെക്ടാങ്കിൾ ഒക്കെ വരുന്നതിന്റെ റെക്ടാങ്കിൾ ഒക്കെ ഇവിടെ തന്നെ പാത്ത് എന്തൊക്കെ വരുന്നതിന്റെ ഭാഗത്ത്, റെക്ടാങ്കിൾ അല്ല ബ്രഷ് എന്തൊക്കെ വരുന്നതിന്റെ ഭാഗത്ത് ബ്രഷസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നമുക്ക് ഹൈലൈറ്റർ ഉണ്ടാവും. റെക്ടാങ്കിളും ഇവിടെ തന്നെയാണ് വരുന്നത്. സോ ഈ ബ്രഷസിന്റെ അവിടെയാണ് റെക്ടാങ്കിളും മറ്റു സാധനങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ഫിബൊനാച്ചി ആണ്. ഫിബൊനാച്ചി ഞാൻ മൾട്ടിപ്പിൾ ഫേസസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഫിബൊനാച്ചി റിട്രേസ്മെന്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഹൈ ലോയും മാർക്ക് ചെയ്യാനും ഒരു ലോയും ഹൈയും മാർക്ക് ചെയ്യാനുമാണ്. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലി എവിടെയാണ് സപ്പോർട്ട് എവിടെയാണ് റെസിസ്റ്റൻസ് എന്ന് അറിയാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. ഇപ്പോൾ കറന്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 0.382 എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് മേലേക്ക് പോയത്, സപ്പോർട്ട് എടുത്തിട്ടാണ് മേലേക്ക് പോയിരിക്കുന്നത്. ഇപ്പൊ 0.618 സപ്പോർട്ട് ചെയ്യണം. അത് നമുക്ക് ബേസിക് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഗ്യാൻ ബോക്സിൽ അത് യൂസ് വേണമെങ്കിൽ ഇവിടെ ആകാൻ ഞാനൊരു 50% പറഞ്ഞ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പകുതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അതിപ്പോൾ ഗ്യാൻ ബോക്സ് ഉണ്ടായാലും മതി. നിങ്ങൾക്ക് ഗ്യാൻ ബോക്സ് ഇല്ലെങ്കിൽ ഈ ഒരു ഫിബൊനാച്ചി വെച്ചിട്ട് തന്നെ രണ്ട് യൂസ് ചെയ്യാം. അത് ഗ്യാൻ ബോക്സ് വേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഇതാണ് അടുത്തൊരു ടൂൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പാത്താണ്. അത് നമ്മൾ പഠിക്കുമ്പോഴോ ആൾക്കാർക്ക് നിങ്ങൾക്ക് എനിക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാത്ത് മാർക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ലോ ഹൈ എന്നൊക്കെ മാർക്ക് ചെയ്യാനും സ്ട്രക്ചർ മാർക്ക് ചെയ്യാനൊക്കെ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ വന്നു ഇവിടെ തൊട്ട് തിരിച്ചു പോകുമ്പോൾ അതിന് വേണ്ടി പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാത്തുകളാണ് നമ്മുടെ പ്രൈസ് മൂവ്മെന്റ്സിന്റെ.
പിന്നെയുള്ളത് ഈ ഒരു മൂവ്മെന്റ് ആണ്, കേവ് എന്ന് പറയും. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു ലോ ആണ്, പക്ഷെ ഇതൊരു സ്വീപ്പ് ആണ് ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോ ഓട്ടോമാറ്റിക്കലി സ്വീപ്പ് ആവും. അത് കാണിക്കാൻ വേണ്ടി ഇത് ഇങ്ങോട്ട് സ്വീപ്പ് ആവും. സ്വീപ്പ് ആവുമ്പോൾ നമുക്ക് അടുത്ത ഹൈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി ഇങ്ങനെ മാറി. ഇത് നമുക്ക് നമ്മുടെ മനസ്സിൽ സ്വന്തം പഠിച്ചുകൊണ്ടിരിക്കും പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഇത് ഇങ്ങനെ വരും, അപ്പൊ അടുത്ത ലോ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ നമുക്ക് വേറെ കുറെ കൺഫ്യൂഷൻസ് വരില്ല. ഡിഫറെന്റ് ടൂൾസ് നമുക്ക് വ്യക്തമായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നമുക്ക് കിട്ടും, ഓക്കെ സെറ്റ് ആണ്. അപ്പൊ ഇവിടെ ലോ വന്നു, ഇവിടെ ഇൻഡ്യൂസ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും, അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. അങ്ങനെ നമ്മൾ തന്നെ പഠിച്ച് പ്രാക്ടീസ് ചെയ്താലാണ് സംഭവം സെറ്റ് ആവുള്ളൂ. കാരണം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഓക്കെ സംഭവം എളുപ്പമാണെന്ന് പറയാം. ഈ പറഞ്ഞ ടൂൾസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്തത്, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. കാരണം ഞാൻ ചെയ്യുന്ന ട്രേഡിങ്ങിൽ, ഞാൻ ചെയ്തിരുന്ന ട്രേഡിങ്ങിൽ, അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി എന്റെ ടൂൾ ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള കുറച്ച് ട്രേഡിംഗ് യൂസ്ഫുൾ ടൂൾസിനെ കുറിച്ച് മാത്രമാണ് ചെയ്തേക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും പഠിക്കുമ്പോൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പം ഒരു ടെക്സ്റ്റ് ബോക്സ് വെച്ച് ഞാൻ പറയും വൈ ഹിയർ, ഇതിപ്പോ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇവിടെ താഴെ വന്നില്ല, ആ രീതിയിലൊക്കെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടെക്സ്റ്റ് അതുപോലെ വേണമെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. BOS ഇവിടെ വന്നു, അടുത്ത് നമുക്ക് താഴത്തേക്ക് വരികയാണ്. അത് നമുക്ക് വേണമെങ്കിൽ ലൈൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വേണമെങ്കിൽ ഇതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ്. അതാ പറഞ്ഞ ഈ അവസാനത്തെ ഒരു 4 കംപ്ലീറ്റ്ലി പേഴ്സണൽ ചോയ്സ് ആണ്. പിന്നെ ഇതും അതുപോലെ ബ്രഷ് ആണ്, നമുക്ക് ലൈൻസ് വരയ്ക്കാൻ വേണ്ടി. ഇപ്പം നമ്മൾ ഇലിസ്ട്രേറ്റ് ചെയ്യാണ്, പാത്ത് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു രീതിയിലേക്ക്. ഇതൊക്കെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ വളച്ചൊടിക്കാം ബ്രഷ്. ഇപ്പം ഇങ്ങനെ വന്നു, ഓക്കെ ഇത് ലോ വന്നു, പിന്നെ ഇവിടെ വന്ന് കയറി താഴത്തേക്ക് വന്നു, ഓക്കെ ഇവിടെ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ വന്നു. ഈ രീതിയിൽ നമുക്ക് ഇതൊക്കെ സെൽഫായിട്ട് പഠിക്കാനാണ്. പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ബാക്കി ഇതിനകത്ത് ഒരുപാടുണ്ട്. ഞാൻ നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ ടൂൾസ് ഉണ്ട്. അതൊന്നും ഞാൻ നോക്കി കൺഫ്യൂസ്ഡ് ആവില്ല. ഇങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടൂൾസ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഇതിൽ എന്തെങ്കിലും മെയിൻലി ഏറ്റവും കോമൺ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുന്നത് ബൈയും പറയാം ഷോർട്ട് പൊസിഷൻ, ലോങ് പൊസിഷൻ, നമ്മൾ ടാർഗറ്റും പ്രോഫിറ്റിന് വേണ്ടി. അതൊരു ടൂൾ അല്ല, നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടി. എത്ര റിസ്ക് റിവാർഡ് ഉണ്ട് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ബൈയും ലോയും വെക്കുന്ന സമയത്ത് നമുക്ക് അറിയാം. ഇതിപ്പോ ഇങ്ങനെ ഒരു ലോ വെച്ചിട്ട് നിങ്ങൾ 3 വലിയൊരു ഹൈ ആണെങ്കിൽ നിങ്ങളുടെ റിസ്ക് റിവാർഡ് ഇവിടെ കാണാം 1:3 ആണ്. 3 ആണ് നിങ്ങളുടെ റിസ്ക് റിവാർഡ് വരുന്നത്. അതായത് ₹1 നഷ്ടം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ₹3.5 പ്രോഫിറ്റ് ആണ്. ഇപ്പൊ ഇത് നീണ്ടു, ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കൂടും. കണ്ടോ, 5 ആയി. ₹1 നഷ്ടം വരികയാണെങ്കിൽ ₹5 നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന റിസ്ക് റിവാർഡാണ് നിങ്ങൾ വെച്ചേക്കുന്നത്. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയണത്. ബട്ട് ഇത് കോമൺ ആണ്. ബട്ട് മാർക്കിങ്ങിനാണെങ്കിലും മറ്റുള്ള ഏത് കാര്യത്തിനാണെങ്കിലും കോമൺലി ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ റെക്റ്റാങ്കിൾ, ട്രെൻഡ് ലൈന്, പിന്നെ ഈ ഹൈലൈറ്റർ. ഞാൻ ഇവിടെ കറക്റ്റ് ഓർഡറിൽ വെച്ച് തരാം. ഈ ഒരു ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്, റെക്റ്റാങ്കിൾ യൂസ് ചെയ്യുന്നുണ്ട്, ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, ഹൊറിസോണ്ടൽ റേ യൂസ് ചെയ്യുന്നുണ്ട്, ഫിബൊനാച്ചി യൂസ് ചെയ്യുന്നുണ്ട്. ഫിബൊനാച്ചി ഗ്യാൻ ബോക്സിലൊക്കെ ഇത് രണ്ടും 50% അല്ലെങ്കിൽ മറ്റേത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് മൂവ്മെന്റ് വരുന്നത് ഈ ഒരു സംഭവമാണ്. നമ്മുടെ ഹൈയും ലോയും സ്വാഭാവികമായിട്ട് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. വിക്കുകളൊക്കെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ഈ കേവിന്റെ മൂവ്മെന്റ്. അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഇങ്ങനെയാണ് എന്റെ ഓർഡറിൽ പോണത്. സോ ഇതാണ് എന്റെ ട്രേഡിംഗ് സ്റ്റൈലിൽ ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള എന്റെ ട്രേഡിംഗ് ടൂൾസ്. വളരെ ബേസിക് ആയിട്ടുള്ള ട്രേഡിംഗ് ടൂൾസ്. ഒരു പുതിയൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സാധനം വെച്ചിട്ട് തന്നെ സ്വന്തമായിട്ട് മാർക്കപ്പ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കാം. പഠിക്കേണ്ട കണ്ടന്റ് എല്ലാം നമ്മുടെ ചാനലിൽ വ്യക്തമായിട്ട് പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുക, ഇതുപോലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ ടൈം ഫ്രെയിം മറക്കണ്ട. ക്രിപ്റ്റോന്റെ കേസ് ആണെങ്കിൽ 1 hour 5 minutes നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് ആണ്. 4 hours കിട്ടുന്നില്ല എന്നല്ല, ബട്ട് വോളറ്റൈൽ ഇരിക്കൊക്കെ വന്ന് തട്ടി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആ ടൈം ഫ്രെയിമിൽ. 1 hour 5 minutes ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. സോ കീപ് ട്രൈയിങ് ദിസ്. ഇത് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.